നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് ഒരുങ്ങി നമ്മളിങ്ങനെ റോഡിലൂടെ പോവുകയാണ്. നല്ല അത്യാവശ്യം വാഹന തിരക്കുകളൊക്കെ ഉള്ള ഒരു റോഡിലൂടെ പോവുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്നാണ് എവിടെയാണെന്നൊന്ന് പോലും അറിയാതെ നമ്മുടെ ദേഹത്ത് ആരെങ്കിലും തുപ്പിയ അവരുടെ ചിലപ്പോൾ മുറുക്കാൻ തുപ്പിയതായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ തുപ്പിയതായിരിക്കാം. അങ്ങനെ നമ്മുടെ ദേഹത്ത് വീഴുന്നതായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളവർ ചിലരെങ്കിലും ഉണ്ടാവാം. ഇപ്പോൾ ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും അത്തരത്തിലൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാകാം. എനിക്കൊരിക്കൽ കോഴിക്കോട് വെച്ചിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കൃത്യമായി പറയുന്നത്. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിലെ ഗ്ലാസ് താഴ്ത്തി പാൻ മസാല ചവച്ച് നിരത്തിലേക്ക് നീട്ടിത്തുപ്പുന്നവർ, അതുപോലെ മുറുക്കാൻ ചവച്ച് തുപ്പുന്നവർ, ബബിൾ ഗം ചവച്ച് തുപ്പുന്നവരൊക്കെ ധാരാളമാണ്. പാൻ മസാലയും പുകയിലയൊക്കെ മറ്റ് ചവച്ച് തുപ്പുന്നവരിൽ മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നൊക്കെ നമുക്ക് വാദിക്കാമെങ്കിലും ഈ കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങൾ വെറുതെ തുപ്പുന്ന കാര്യത്തിൽ മലയാളികൾ ഒട്ടും പിന്നിലല്ല. പലപ്പോഴും ലോറിയോ ബസ്സോ പോലെ ഉയരം കൂടിയ വാഹനങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ തുപ്പുന്നത് കൃത്യമായി മുഖത്ത് തന്നെ പതിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായ മനുഷ്യരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. MVD റൂൾ 46 പ്രകാരം ഇത് കുറ്റകരമാണ് എന്നറിയാമോ? അതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ തുപ്പുന്നവർ ഇത് കാണുമോ എന്നറിയില്ല. എന്തായാലും തുപ്പൽ വീഴുന്നവർക്കെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ തുപ്പുന്നവർ, അങ്ങനെ ഒരു തുപ്പുന്ന ശീലമുള്ളവർ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ നിർത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. നിരത്തിനെ കോളാമ്പിയാക്കുന്നവർ, ഈ ടൈറ്റിലാണ് ആ കുറിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. പാൻ മസാല ചവച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ വാഹനത്തിലെ ഗ്ലാസ് താഴ്ത്തി നിരത്തിലേക്ക് നീട്ടിത്തുപ്പുന്നവരും, ബബിൾഗം ചവച്ച് തുപ്പുന്നവരും, ഷട്ടർ പൊക്കി റോഡിലേക്ക് ഛർദ്ദൽ അഭിഷേകം നടത്തുന്നവരും, സ്വന്തം ഭക്ഷണാവശിഷ്ടങ്ങളും വെള്ളക്കുപ്പികളും ഒരു മടിയും കൂടാതെ നിരത്തിലേക്ക് വലിച്ചെറിയുന്നവരും സംസ്കാര സമ്പന്നർ എന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ ഇടയിലും സർവ്വസാധാരണമാണ്. പാൻ മസാലയും പുകയിലയും മറ്റും ചവച്ച് തുപ്പുന്നവരിൽ മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നൊക്കെ പറയാമെങ്കിലും മറ്റു കാര്യങ്ങളിൽ മലയാളികളും ഒട്ടും പിന്നിലല്ല. പലപ്പോഴും ലോറിയോ ബസ്സോ പോലെ ഉയരം കൂടിയ വാഹനങ്ങളിലിരുന്ന് ഇങ്ങനെ പുറന്തള്ളുന്ന ഉച്ഛിഷ്ടങ്ങൾ മുഖത്ത് തന്നെ പതിക്കുമ്പോൾ എങ്ങനെ പ്രതികരണമെന്നറിയാത്ത നിസ്സഹായരായ മനുഷ്യരുടെ ദൈന്യത നിറഞ്ഞ മുഖങ്ങൾ നിരത്തിൽ നിത്യകാഴ്ചകളാണ്. കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 46 പ്രകാരം ഇത് കുറ്റകരമായ പ്രവൃത്തിയാണ്. പല വിദേശ രാജ്യങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ കഠിനമായ ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ മുകളിലേക്ക് മാലിന്യം വർഷിച്ച് തിരിഞ്ഞുപോലും നോക്കാതെ പോകുന്നവരും കുട്ടികളെ കൊണ്ടുപോലും മാലിന്യം വലിച്ചെറിയിക്കുന്നതും സംസ്കാര സമ്പന്നരായ ജനതയ്ക്ക് ചേർന്നതല്ല എന്ന ബോധവും തിരിച്ചറിവും ഉണ്ടാകേണ്ടതുണ്ട്. സംസ്കാരപൂർണ്ണമാകട്ടെ നമ്മുടെ നിരത്തുകൾ എന്ന ഒരു ആശംസയോടെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. ശരിക്കും നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഒരിക്കലെങ്കിലും ചിലപ്പോൾ തുപ്പാൻ മുതിർന്നില്ല എങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ കഴിച്ച എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ നിസ്സാരം ഒരു മുട്ടായി കടലാസാവട്ടെ, അല്ലെങ്കിൽ ഒരു ഭക്ഷണം എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചത്, അല്ലെങ്കിൽ വെള്ളം കുടിച്ച കുപ്പി, ഇതൊക്കെയെങ്കിലും സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും. അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്നവർ ആരും ഉണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മുടെ നിരത്തിൽ അതിന് ശിക്ഷകളോ അങ്ങനെയുള്ള നടപടികളോ ഒന്നും ഉണ്ടാകാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ MVDയുടെ റൂൾ 46 പ്രകാരം ഇത് കുറ്റകരമാണ് എന്നുള്ള ഒരു അവബോധം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ, യാത്രക്കാരുടെ ഇടയിൽ, നിരത്തിൽ കൂടി സഞ്ചരിക്കുന്നവരുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു വ്യാപകമായ ഒരു പ്രചരണം നൽകുന്ന അല്ലെങ്കിൽ ഒരു അവബോധം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇനിയെങ്കിലും ഒന്ന് വലിച്ചെറിയുമ്പോൾ ഒന്ന് ആലോചിക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. MVD കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നിരത്തുകൾ സംസ്കാര സമ്പന്നമാകണം. അത് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലായാലും ശരി, ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ വാഹനങ്ങളിലിരുന്ന് വലിച്ചെറിയുന്ന കാര്യത്തിലായാലും ശരി, റോഡുകളൊക്കെ കോളാമ്പികളാക്കി നീട്ടിത്തുപ്പുന്നവരുടെ കാര്യത്തിലായാലും ശരി, സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒന്നാണ്. മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നിട്ടോ ഉണ്ടാകേണ്ടതല്ല. നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ രൂപീകൃതമാകേണ്ട ഒന്നാണ് സംസ്കാരം. അങ്ങനെയുള്ള ഒരു നിരത്ത് അധികം വൈകാതെ നമ്മുടെ നാട്ടിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വാഹനങ്ങളിൽ ഇരുന്ന് തുപ്പുന്നവർ, വാഹനങ്ങളിൽ ഇരുന്ന് ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നവർ സൂക്ഷിക്കുക. ഇത് MVD റൂൾ 46 പ്രകാരം കുറ്റകരമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്.